നമസ്കാരം, എല്ലാവർക്കും മലയാള ദീപം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് UGC നെറ്റ് 2014 ഡിസംബർ മാസം നടത്തിയ മലയാളം പേപ്പർ 3യിലെ ചോദ്യങ്ങളാണ്. കഴിഞ്ഞ 2 വീഡിയോകളിലായി നമ്മൾ 24 ചോദ്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചോദ്യം നമ്പർ 25. ചേരുംപടി ചേർക്കുക. പട്ടിക 1 ആത്മകഥ, ശൗര്യഗുണം, സ്മരണമണ്ഡലം, ആരോടും പരിഭവമില്ലാതെ. പട്ടിക 2 തിക്കോടിയൻ, KM പണിക്കർ, MKK നായർ, PK നാരായണപിള്ള, KP ബാബുദാസ്. ശരിയായ ഉത്തരം A2, B5, C4, D3. ആത്മകഥ KM പണിക്കർ, ശൗര്യഗുണം KP ബാബുദാസ്, സ്മരണമണ്ഡലം PK നാരായണപിള്ള, ആരോടും പരിഭവമില്ലാതെ MKK നായർ. ആത്മകഥ KM പണിക്കർ, ശൗര്യഗുണം KP ബാബുദാസ്, സ്മരണമണ്ഡലം PK നാരായണപിള്ള, ആരോടും പരിഭവമില്ലാതെ MKK നായർ. ചോദ്യം നമ്പർ 26. ചേരുംപടി ചേർക്കുക. പട്ടിക 1 പുറപ്പെട്ടുപോയ വാക്ക്, പാതിരാസൂര്യൻ്റെ നാട്ടിൽ, അകലങ്ങളിലെ മനുഷ്യൻ, നബിയുടെ നാട്ടിൽ. പട്ടിക 2 സക്കറിയ, EMS നമ്പൂതിരിപ്പാട്, TP രാജീവൻ, SK പൊറ്റക്കാട്, രവീന്ദ്രൻ. ശരിയായ ഉത്തരം A3, B4, C5, D1. പുറപ്പെട്ടുപോയ വാക്ക് TP രാജീവൻ, പാതിരാസൂര്യൻ്റെ നാട്ടിൽ SK പൊറ്റക്കാട്, അകലങ്ങളിലെ മനുഷ്യൻ രവീന്ദ്രൻ, നബിയുടെ നാട്ടിൽ സക്കറിയ. പുറപ്പെട്ടുപോയ വാക്ക് TP രാജീവൻ, പാതിരാസൂര്യൻ്റെ നാട്ടിൽ SK പൊറ്റക്കാട്, അകലങ്ങളിലെ മനുഷ്യൻ രവീന്ദ്രൻ, നബിയുടെ നാട്ടിൽ സക്കറിയ. ചോദ്യം നമ്പർ 27. കാര്യം, ജീവിതം, സമൂഹം, മനുഷ്യൻ എന്നിവയെക്കുറിച്ചൊക്കെ തനിമയുള്ള നിരീക്ഷണങ്ങൾ കോവലൻ അവതരിപ്പിക്കുന്നു. കാരണം സാഹിത്യരൂപം എന്തായാലും കോവലൻ്റെ രചനകളുടെ അടിയാധാര ജീവിതത്തെക്കുറിച്ചുള്ള റാഡിക്കൽ പ്രതികരണമാണ്. കാര്യവും കാരണവും ശരി. കാര്യവും കാരണവും ശരിയാണ്. കാര്യം, ജീവിതം, സമൂഹം, മനുഷ്യൻ എന്നിവയെക്കുറിച്ചൊക്കെ തനിമയുള്ള നിരീക്ഷണങ്ങൾ കോവലൻ അവതരിപ്പിക്കുന്നു. കാരണം സാഹിത്യരൂപം എന്തായാലും കോവലൻ്റെ രചനകളുടെ അടിയാധാരം ജീവിതത്തെക്കുറിച്ചുള്ള റാഡിക്കൽ പ്രതികരണമാണ്. ചോദ്യം നമ്പർ 28. കാര്യം, ചെമ്പൻ കുഞ്ഞിലൂടെ തുടങ്ങിവച്ചത് കേശവപിള്ളയിലൂടെ പൂരിപ്പിക്കുകയായിരുന്നു. കാരണം മനുഷ്യ സ്വഭാവത്തിലെ ആർജവാസനയുടെ പ്രതിനിധികളാണ് ചെമ്പൻ കുഞ്ഞും കേശവപിള്ളയും. കാര്യവും കാരണവും ശരി. കാര്യം, ചെമ്പൻ കുഞ്ഞിലൂടെ തുടങ്ങിവെച്ചത് കേശവപിള്ളയിലൂടെ പൂരിപ്പിക്കുകയായിരുന്നു. കാരണം മനുഷ്യ സ്വഭാവത്തിലെ ആർജവാസനയുടെ പ്രതിനിധികളാണ് ചെമ്പൻ കുഞ്ഞും കേശവപിള്ളയും. ചോദ്യം നമ്പർ 29. കാലക്രമത്തിൽ ശരിയായത്. അവൻ വീണ്ടും വരുന്നു, 1128 ക്രൈം 27, ആ മനുഷ്യൻ നീ തന്നെ, പിശുക്കൻ്റെ കല്യാണം. അവൻ വീണ്ടും വരുന്നു, 1128 ക്രൈം 27, ആ മനുഷ്യൻ നീ തന്നെ, പിശുക്കൻ്റെ കല്യാണം. ചോദ്യം നമ്പർ 30. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയുടെ വലിയ കുറവുകളായി EMSഉം C ഉണ്ണിരാജയും ചൂണ്ടിക്കാട്ടിയത്: 1. കമ്മ്യൂണിസ്റ്റ് ടൈപ്പുകളെ കഥാപാത്രങ്ങളാക്കി അവതരിപ്പിച്ചത്. 2. പ്രണയത്തിൻ്റെ ദുർബലമായ അതിഭാവുകത്വം. 3. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ അതിലളിതവത്കരണം. ശരിയായ ഉത്തരം 1ഉം 2ഉം മാത്രം ശരി. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയുടെ വലിയ കുറവുകളായി EMSഉം C ഉണ്ണിരാജയും ചൂണ്ടിക്കാട്ടിയത്: 1. കമ്മ്യൂണിസ്റ്റ് ടൈപ്പുകളെ കഥാപാത്രങ്ങളാക്കി അവതരിപ്പിച്ചത്. 2. പ്രണയത്തിൻ്റെ ദുർബലമായ അതിഭാവുകത്വം. ഇത് രണ്ടുമാണ് ഉണ്ണിരാജയും EMSഉം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിൻ്റെ വലിയ കുറവുകളായി ചൂണ്ടിക്കാണിച്ചത്. ചോദ്യം നമ്പർ 31. കാര്യം, 1950, 1960 കാലഘട്ടത്തിൽ സാഹിത്യ ചരിത്ര നിർമ്മാണം മലയാളത്തിൽ ഏറെ ഊർജ്ജസ്വലമായിരുന്നു. കാരണം 1. ദേശരാഷ്ട്ര സ്വത്വ വ്യവഹാരങ്ങൾ ഊർജ്ജസ്വലമായ ഘട്ടം. 2. ഭാഷാനിഷ്ഠമായ സ്വത്വനിർവചനം സജീവമായി. 3. സാഹിത്യചരിത്ര രചനയ്ക്ക് സ്ഥാപനങ്ങൾ പ്രോത്സാഹനം നൽകി. ശരിയായ ഉത്തരം കാര്യവും കാരണം 1ഉം 2ഉം ശരി. കാര്യവും കാരണം 1ഉം 2ഉം ശരി.
കാര്യം 1950, 1960 കാലഘട്ടത്തിൽ സാഹിത്യചരിത്ര നിർമ്മാണം മലയാളത്തിൽ ഏറെ ഊർജ്ജസ്വലമായിരുന്നു. അതിനുള്ള കാരണം: 1. ദേശ രാഷ്ട്ര സ്വത്ത് വ്യവഹാരങ്ങൾ ഊർജ്ജസ്വലമായ ഘട്ടമായിരുന്നു. 2. ഭാഷാനിഷ്ഠമായ സ്വത്ത് നിർവചനം സജീവമായി. ഭാഷാനിഷ്ഠമായ സ്വത്ത് നിർവചനം സജീവമായി. ചോദ്യം നമ്പർ 32. കാര്യം: സാഹിത്യചരിത്രം സാഹിത്യത്തെക്കുറിച്ച് ഒരു പൊതുവ്യവഹാരം നിർമ്മിക്കുന്നു. കാരണം: 1. അത് സാഹിത്യകൃതികളുടെ പട്ടിക നിർമ്മിക്കുന്നു. 2. പ്രാചീന സാഹിത്യകൃതികളുടെ ശ്രദ്ധേയത വെളിവാക്കുന്നു. 3. സാഹിത്യകൃതികളുടെ പാഠസംസ്കരണത്തെ സഹായിക്കുന്നു. 4. ഭാഷാ സാഹിത്യങ്ങളുടെ സ്വത്ത് രൂപീകരണത്തെ ശക്തിപ്പെടുത്തുന്നു. ശരിയായ ഉത്തരം കാര്യവും കാരണം 1, 2, 4 ശരി. കാര്യം: സാഹിത്യചരിത്രം സാഹിത്യത്തെക്കുറിച്ച് ഒരു പൊതുവ്യവഹാരം നിർമ്മിക്കുന്നു. അതിൻ്റെ കാരണങ്ങളായി പറയുന്നത്: 1. അത് സാഹിത്യചരിത്രങ്ങളുടെ പട്ടിക നിർമ്മിക്കുന്നു. 2. പ്രാചീന സാഹിത്യകൃതികളുടെ ശ്രദ്ധേയത വെളിവാക്കുന്നു. 3. ഭാഷാ സാഹിത്യങ്ങളുടെ സ്വത്ത് രൂപീകരണത്തെ ശക്തിപ്പെടുത്തുന്നു. സാഹിത്യചരിത്രം സാഹിത്യത്തെക്കുറിച്ച് ഒരു പൊതുവ്യവഹാരം നിർമ്മിക്കുന്നു. അതിൻ്റെ കാരണങ്ങളായി പറയുന്നത്: അത് സാഹിത്യകൃതികളുടെ പട്ടിക നിർമ്മിക്കുന്നു. പ്രാചീന സാഹിത്യകൃതികളുടെ ശ്രദ്ധേയത വെളിവാക്കുന്നു. ഭാഷാ സാഹിത്യങ്ങളുടെ സ്വത്ത് രൂപീകരണത്തെ ശക്തിപ്പെടുത്തുന്നു. ചോദ്യം നമ്പർ 33. തെക്കേ ഇന്ത്യയിൽ നാടകമുണ്ടായാൽ മണലിൽ നിന്ന് എണ്ണ കിട്ടാനും തുടങ്ങും എന്ന ആശയം കാണുന്നത് ആശ്ചര്യ ചൂടാമണിയുടെ പ്രസ്താവനയിൽ. തെക്കേ ഇന്ത്യയിൽ നാടകമുണ്ടായാൽ മണലിൽ നിന്ന് എണ്ണ കിട്ടാനും തുടങ്ങും എന്ന ആശയം കാണുന്നത് ആശ്ചര്യ ചൂടാമണിയുടെ പ്രസ്താവനയിൽ. തെക്കേ ഇന്ത്യയിൽ നാടകമുണ്ടായാൽ മണലിൽ നിന്ന് എണ്ണ കിട്ടാനും തുടങ്ങും എന്ന ആശയം കാണുന്നത് ആശ്ചര്യ ചൂടാമണിയുടെ പ്രസ്താവനയിൽ. ചോദ്യം നമ്പർ 34. ചേരുംപടി ചേർക്കുക. പട്ടിക 1. എ. ഹോർത്തൂസ് മലബാറിക്കസ്. ബി. ഹോർത്തൂസും ഇട്ടി അച്യുതനും സത്യവും മിഥ്യയും. സി. ഹോർത്തൂസ് മലബാറിക്കസ് മലബാറിലെ സസ്യസമ്പത്തും ഔഷധ ഗുണങ്ങളും. ഡി. ഹോർത്തൂസ് മലബാറിക്കസും ഇട്ടി അച്യുതനും. പട്ടിക 2. 1. കെ. എസ്. മണിലാൽ. 2. വാൻ റീഡ്. 3. ഫിലിപ്പ് മാത്യു. 4. എ. എൻ. ചിദംബരൻ. 5. ജോസഫ് ആന്റണി. ശരിയായ ഉത്തരം എ 2, ബി 4, സി 3, ഡി 1. ഹോർത്തൂസ് മലബാറിക്കസ് വാൻ റീഡ്. ഹോർത്തൂസും ഇട്ടി അച്യുതനും സത്യവും മിഥ്യയും എ. എൻ. ചിദംബരൻ. ഹോർത്തൂസ് മലബാറിക്കസ് മലബാറിലെ സസ്യസമ്പത്തും ഔഷധ ഗുണങ്ങളും ഫിലിപ്പ് മാത്യു. ഹോർത്തൂസ് മലബാറിക്കസും ഇട്ടി അച്യുതനും കെ. എസ്. മണിലാൽ. ഹോർത്തൂസ് മലബാറിക്കസ് വാൻ റീഡ്. ഹോർത്തൂസും ഇട്ടി അച്യുതനും സത്യവും മിഥ്യയും എ. എൻ. ചിദംബരൻ. ഹോർത്തൂസ് മലബാറിക്കസ് മലബാറിലെ സസ്യസമ്പത്തും ഔഷധ ഗുണങ്ങളും ഫിലിപ്പ് മാത്യു. ഹോർത്തൂസ് മലബാറിക്കസും ഇട്ടി അച്യുതനും കെ. എസ്. മണിലാൽ. ചോദ്യം നമ്പർ 35. കാവാലം നാരായണ പണിക്കരുടെ എല്ലാ നാടകങ്ങളും വൈകാരിക സത്യയേക്കാൾ അദ്ഭുതമാണ് സൃഷ്ടിക്കുന്നത്. അത് വളരെ ഉപരിപ്ലവമായ ഒരു രസമാണ് എന്നഭിപ്രായപ്പെട്ട നിരൂപകൻ കൈനിക്കര കുമാരപിള്ള. കൈനിക്കര കുമാരപിള്ള അഭിപ്രായപ്പെട്ടത് എന്താണ്? കാവാലം നാരായണ പണിക്കരുടെ എല്ലാ നാടകങ്ങളും വൈകാരിക സത്യയേക്കാൾ അദ്ഭുതമാണ് സൃഷ്ടിക്കുന്നത്. അത് വളരെ ഉപരിപ്ലവമായ ഒരു രസമാണ്. ചോദ്യം നമ്പർ 36. ഈ അമ്മ ഒരു തൊഴിലാളി സ്ത്രീയോ മുതലാളി സ്ത്രീയോ എന്ന് അന്വേഷിച്ചറിഞ്ഞിട്ട് വേണം ഈ കൃതിയിൽ പുരോഗതിയുണ്ടോ, കേരളത്തിൽ നവോത്ഥാനമുണ്ടോ എന്ന് നിശ്ചയിക്കാൻ എന്ന് കരുതുന്ന ഒരു സാഹിത്യ കക്ഷിയുണ്ട്. കുട്ടിക്കൃഷ്ണമാരാർ സൂചിപ്പിക്കുന്ന അമ്മ ഏത് കവിതയിൽ? മാമ്പഴം. ഈ അമ്മ ഒരു തൊഴിലാളി സ്ത്രീയോ മുതലാളി സ്ത്രീയോ എന്ന് അന്വേഷിച്ചറിഞ്ഞിട്ട് വേണം ഈ കൃതിയിൽ പുരോഗതിയുണ്ടോ, കേരളത്തിൽ നവോത്ഥാനമുണ്ടോ എന്ന് നിശ്ചയിക്കാൻ എന്ന് കരുതുന്ന ഒരു സാഹിത്യ കക്ഷിയുണ്ട് എന്ന് കുട്ടിക്കൃഷ്ണമാരാർ സൂചിപ്പിക്കുന്ന അമ്മ മാമ്പഴം എന്ന കവിതയിലേതാണ്? ചോദ്യം നമ്പർ 37. ശരിയായ കാലക്രമം ഏത്? 1. മനുഷ്യകഥാനുഗായികൾ. 2. ആശാൻ കവിത ആധുനികാനന്തര പാഠങ്ങൾ. 3. ആശാൻ കവിതയിലെ ഫ്ലവർ ഷോ. 4. നവചക്രവാളം നളിനിയിലും മറ്റും. ശരിയായ ക്രമം 1, 4, 2, 3. ഒന്നാമത്തേത് ഏതാണ്? മനുഷ്യകഥാനുഗായികൾ. രണ്ടാമത്തേത് നവചക്രവാളം നളിനിയിലും മറ്റും. മൂന്നാമത്തേത് ആശാൻ കവിത ആധുനികാനന്തര പാഠങ്ങൾ. നാലാമത്തേത് ആശാൻ കവിതയിലെ ഫ്ലവർ ഷോ.
അപ്പോൾ ഒന്നാമത്തേത് മനുഷ്യകഥാനുഗായികൾ, രണ്ടാമത്തേത് നവചക്രവാളം നളിനിയിലും മറ്റും, മൂന്നാമത്തേത് ആശാൻ കവിത ആധുനികാനന്തര പാഠങ്ങൾ, നാലാമത്തേത് ആശാൻ കവിതയിലെ ഫ്ലവർ ഷോ. ചോദ്യം നമ്പർ 38. മലയാളത്തിന് 20 ആണ്ട് ഇംഗ്ലീഷിന്റെ നൂറ്റാണ്ടായിരിക്കും എന്ന് പ്രവചിച്ച നിരൂപകൻ. മലയാളത്തിന് 20-ാം നൂറ്റാണ്ട് ഇംഗ്ലീഷിന്റെ നൂറ്റാണ്ടായിരിക്കുമെന്ന് പ്രവചിച്ച നിരൂപകൻ സാഹിത്യ പഞ്ചാനനൻ. മലയാളത്തിന് 20-ാം നൂറ്റാണ്ട് ഇംഗ്ലീഷിന്റെ നൂറ്റാണ്ടായിരിക്കും എന്ന് പ്രവചിച്ച നിരൂപകൻ സാഹിത്യ പഞ്ചാനനൻ. ചോദ്യം നമ്പർ 39. PM ഗിരീഷിന്റെ കൃതികളുടെ ഗണത്തിൽ ചേരാത്തത്. PM ഗിരീഷിന്റെ കൃതികളുടെ ഗണത്തിൽ ചേരാത്തത് സൈബർ മലയാളമാണ്. PM ഗിരീഷിന്റെ കൃതികളായിട്ട് വരുന്നത് 1. ആചാരഭാഷ, ദൈക്ഷണിക ഭാഷാശാസ്ത്രം, ഭാഷയും അധികാരവും. PM ഗിരീഷിന്റെ കൃതികളായി വരുന്നത് ആചാരഭാഷ, ദൈക്ഷണിക ഭാഷാശാസ്ത്രം, ഭാഷയും അധികാരവും.